മാറ്റം തുറക്കുന്ന ഒരു ക്ഷേത്രം, അതും പെരിയാർ ടൈഗർ റിസർവിനകത്ത്. അതാണ് ഇടുക്കി ജില്ലയിലെ കുമിളിക്കടുത്തുള്ള മംഗളാദേവി കണ്ണകി ക്ഷേത്രം. കേരള തമിഴ്നാട് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഒരു 4386 അടി ഉയരത്തിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത്. കേരള തമിഴ്നാട് ഗവൺമെന്റ് ഒരുമിച്ച് ചേർന്നാണ് ഈ ഒരു ഉത്സവം നടത്തുന്നത്. താഴ്ന്നിറത്തൂടെ ഒരു 14 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ഒരു വനക്ഷേത്രത്തിൽ എത്താൻ കഴിയും. ഇവിടെ ആരാധിക്കുന്നത് ദുർഗയുടെ ശക്തിരൂപമായിട്ടുള്ള മംഗളാദേവി കണ്ണകിയാണ്. 1000 വർഷങ്ങളോളം പഴക്കമുള്ള ഈ ക്ഷേത്രം വർഷത്തിലൊരിക്കൽ മേടമാസത്തിലെ ചിത്രപൗർണമിനാളിലാണ് തുറക്കുന്നത്. അനുഭക്തർ വനപാതകളും മലനിരകളും ഒക്കെ താണ്ടി കാൽനടയായും കുമിളിയിൽ നിന്നും ജീപ്പ് മാർഗവും ഇവിടേക്ക് എത്തുന്നു. ഈ ഒരു ദിവസം മാത്രം കുമിളി ബസ് സ്റ്റാൻഡിൽ നിന്നും ആയിരക്കണക്കിന് ജീപ്പുകളാണ് RTOന്റെ പ്രത്യേക അനുമതിയോടെ ഇവിടേക്ക് സർവീസ് നടത്തുന്നത്. 2-3 മണിക്കൂറോളം വരി നിന്ന് ജീപ്പിലാണ് ഞങ്ങൾ മല കയറിയത്. ഒരാൾക്ക് 160 രൂപയായിരുന്നു ചാർജ്. നിരയായി വരുന്ന ജീപ്പുകൾക്കിടയിലൂടെ പൊടിയും വെയിലും കൊണ്ടുള്ള നടത്തം കുറച്ച് പ്രയാസമാണ്. കുമിളിയിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ പളയംകുടി എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ കഴിയുക. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പ്രവേശനം. പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഒന്നും തന്നെ മുകളിലേക്ക് കടത്തിവിടില്ല. ദേഹപരിശോധനയ്ക്ക് ശേഷം മാത്രമേ ചെക്ക് പോസ്റ്റ് കടന്നു പോകാൻ കഴിയുള്ളൂ. മാറ്റം തുറക്കുന്ന ഒരു ക്ഷേത്രം, അതും പെരിയാർ ടൈഗർ റിസർവിനകത്ത്. അതാണ് ഇടുക്കി ജില്ലയിലെ കുമിളിക്കടുത്തുള്ള മംഗളാദേവി കണ്ണകി ക്ഷേത്രം. കേരള തമിഴ്നാട് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഒരു 4386 അടി ഉയരത്തിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത്. കേരള തമിഴ്നാട് ഗവൺമെന്റ് ഒരുമിച്ച് ചേർന്നാണ് ഈ ഒരു ഉത്സവം നടത്തുന്നത്. താഴ്ന്നിറത്തൂടെ ഒരു 14 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ഒരു വനക്ഷേത്രത്തിൽ എത്താൻ കഴിയും. ഇവിടെ ആരാധിക്കുന്നത് ദുർഗയുടെ ശക്തിരൂപമായിട്ടുള്ള മംഗളാദേവി കണ്ണകിയാണ്. 1000 വർഷങ്ങളോളം പഴക്കമുള്ള ഈ ക്ഷേത്രം വർഷത്തിലൊരിക്കൽ മേടമാസത്തിലെ ചിത്രപൗർണമിനാളിലാണ് തുറക്കുന്നത്. അനുഭക്തർ വനപാതകളും മലനിരകളും ഒക്കെ താണ്ടി കാൽനടയായും കുമിളിയിൽ നിന്നും ജീപ്പ് മാർഗവും ഇവിടേക്ക് എത്തുന്നു. ഈ ഒരു ദിവസം മാത്രം കുമിളി ബസ് സ്റ്റാൻഡിൽ നിന്നും ആയിരക്കണക്കിന് ജീപ്പുകളാണ് RTOന്റെ പ്രത്യേക അനുമതിയോടെ ഇവിടേക്ക് സർവീസ് നടത്തുന്നത്. 2-3 മണിക്കൂറോളം വരി നിന്ന് ജീപ്പിലാണ് ഞങ്ങൾ മല കയറിയത്. ഒരാൾക്ക് 160 രൂപയായിരുന്നു ചാർജ്. നിരയായി വരുന്ന ജീപ്പുകൾക്കിടയിലൂടെ പൊടിയും വെയിലും കൊണ്ടുള്ള നടത്തം കുറച്ച് പ്രയാസമാണ്. കുമിളിയിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ പളയംകുടി എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ കഴിയുക. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പ്രവേശനം. പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഒന്നും തന്നെ മുകളിലേക്ക് കടത്തിവിടില്ല. ദേഹപരിശോധനയ്ക്ക് ശേഷം മാത്രമേ ചെക്ക് പോസ്റ്റ് കടന്നു പോകാൻ കഴിയുള്ളൂ.